അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള 27 രാവിലാണ് നമ്മളുള്ളത് അല്ലേ? 27 രാവ് ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന രാവാണ് 27 രാവ്. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ധാരാളമായിട്ട് അള്ളാഹുവിലേക്ക് ഇബാദത്ത് ചെയ്ത് കണ്ണീരോടെ നമ്മുടെ പ്രയാസങ്ങൾ പറഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് ഉത്തരം കിട്ടുന്ന രാവാണ്. നമ്മുടെ പ്രയാസം പ്രശ്നം എന്താണോ അത് അള്ളാഹുവിനോട് നാം ദുആ ചെയ്യുക. അതുപോലെ തന്നെ നാം ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹുവിലേക്ക് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുക, തൗബ ചെയ്യുക, ഒരുപാട് നിസ്കാരങ്ങൾ നിസ്കരിക്കുക, ഖുർആൻ പാരായണം ചെയ്യുക. അങ്ങനെയുള്ള ദിവസമാക്കി തീർക്കണം ഇന്നത്തെ ദിവസം. ഇന്നത്തെ ദിവസം രാത്രി ഉറക്കമൊഴിഞ്ഞിട്ട് ധാരാളമായിട്ട് നിസ്കരിക്കുക, ഖുർആൻ ഓതുക, ദിക്ർ ചൊല്ലുക, അസ്തഗ്ഫിറുല്ലാഹൽ അലീം ധാരാളമായിട്ട് അധികരിപ്പിക്കുക. അതുപോലെ തന്നെ കണ്ണീരോടെ നമ്മൾ അനുഭവിക്കുന്ന നമ്മുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും എന്താണെങ്കിലും അത് അള്ളാഹുവിലേക്ക് ഇന്നത്തെ രാത്രി നിങ്ങൾ ഉറക്കമൊഴിച്ചുകൊണ്ട് ഒരുപാട് പുണ്യമാക്കപ്പെട്ട ദിക്റുകളുണ്ട് ചൊല്ലാൻ, അതുപോലെ സ്വലാത്തുകളുണ്ട് ചൊല്ലാൻ. അതൊക്കെ ചൊല്ലിയും ഓതിയും അള്ളാഹുവിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുക. തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഇന്നത്തെ രാത്രി നമുക്ക് ദുആക്ക് ഉത്തരം കിട്ടുന്ന രാവാണിന്ന്. അതുകൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ദുരിതങ്ങളും എന്തൊക്കെ സങ്കടങ്ങളാണ് നമ്മുടെ മനസ്സിലുള്ളത്, ആ എല്ലാ പ്രയാസവും നമുക്ക് ഇന്നത്തെ രാത്രി അള്ളാഹുവിനോട് കണ്ണീരോടെ നമുക്ക് ദുആ ചെയ്ത് പൊട്ടിക്കരയണം. അതുപോലെ തന്നെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് പറയാൻ വന്ന കാര്യം, ഞാൻ രണ്ട് വീഡിയോ ഇതിനെക്കുറിച്ച് ചെയ്തതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. മഹാനായ ഖിളിർ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പേരിൽ 4 യാസീൻ ഓതാൻ ഞാൻ വീഡിയോ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതിലൊരുപാട് ആൾക്കാർ ചെയ്ത് ഓതി നോക്കിയിട്ട് പെട്ടെന്ന് അവർക്ക് ഫലം കിട്ടിയിട്ടുമുണ്ട്. ആ ഒരു കാര്യമാണ് ഇന്നത്തെ രാത്രി ഞാൻ നിങ്ങളോട് ഓതാൻ വേണ്ടി പറയാൻ വന്നത്. ഇന്നത്തെ രാത്രി നിങ്ങൾ 27 രാവാണല്ലോ ഇന്ന്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ രാത്രി നിങ്ങൾ വുളു എടുത്ത് വന്നുകൊണ്ട് കിബിലക്ക് മുന്നിട്ട് നല്ല വൃത്തിയോടുള്ള വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞിട്ട്, കാരണം വൃത്തിയില്ല എന്ന് പറയുന്നത് നജസ് ഉണ്ടാവാൻ പാടില്ല. മൂത്രം പോലത്തെ നജസ്സുകളൊന്നും ഇല്ലാത്ത വൃത്തിയോടുള്ള ഒരു വസ്ത്രം നമ്മൾ ധരിച്ച് വന്നിട്ട് വുളു എടുത്തുകൊണ്ട് കിബിലക്ക് മുന്നിട്ട് ഖുർആൻ കയ്യിലെടുത്തുകൊണ്ട് മഹാനായ ഖിളിർ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പേരിൽ ഞാൻ 4 യാസീൻ ഓതുന്നു. റഹ്മാനെ, എൻ്റെ മനസ്സിലെ പ്രയാസമുണ്ട്, എനിക്ക് ഇന്നാലിൻ്റെ പ്രശ്നമുണ്ട്, അത് തീരാനാണ് ഞാനിത് ഓതുന്നത് എന്നൊരു നീയത്ത് വെച്ച് കണ്ണീരോടെ ഈ ഒരു 4 എണ്ണം നിങ്ങൾ ഒറ്റ ഇരുപ്പിലിരുന്നു കൊണ്ട് നിങ്ങൾ ഓതി നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന് ആ ഒരു സമയം കൊണ്ട് തന്നെ നിങ്ങളുടെ പ്രയാസം പ്രശ്നം തീർന്നു കിട്ടുന്നതാണ്. ഞാൻ ഇതിനെക്കുറിച്ച് വീഡിയോ 2 എണ്ണം ചെയ്തിട്ടുണ്ട്. ഇത് കേട്ടവർക്ക് മനസ്സിലാവാം ഞാൻ പറയുന്നത്. അതുപോലെ ഒരുപാട് ആൾക്കാർ ഇത് ഓതിയിട്ട് കമൻറ്റ് എത്രയോ എന്നോട് കമൻറ്റിലൂടെ അറിയിച്ചിട്ടുണ്ട്. ഓതിയിട്ട് ഫലം കിട്ടി, ഒരുപാട് നാളായിട്ട് കൊണ്ട് നടക്കുന്ന ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ സഫലമായിട്ടുണ്ട് അൽഹംദുലില്ലാ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ കമൻറ്റ് എഴുതി വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ രാത്രി നിങ്ങൾ സാധാരണ ചെയ്യാൻ നമുക്കുണ്ടാവുമല്ലോ 27 രാവിലെ ഞാൻ ഇത്ര ദിക്ർ ഞാൻ ചൊല്ലാൻ നേർച്ച വെക്കുന്നു, സലാത്ത് നേർച്ച വെക്കുന്നു, അങ്ങനെയൊക്കെ നമ്മൾ കരുതിയതുണ്ടാവും അല്ലേ? ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ മനസ്സിൽ വിചാരിച്ച് നിൽക്കുന്നുണ്ടാവും ചൊല്ലാൻ. അപ്പോൾ ഇത് ഓതേണ്ട സമയം ഇശാ മഗ്‌രിബിൻ്റെ ഇടയിലാണ്. ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ എന്ന് പറഞ്ഞാൽ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഇശാ ബാങ്കിൻ്റെ മുന്നേ ആയിട്ട് ഇത് 4 യാസീൻ നിങ്ങൾ ഓതി തീർക്കണം. ഇത് ഓതാൻ തുടങ്ങുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലുള്ള പ്രശ്നം, വല്ലാത്ത സങ്കടം നിങ്ങളെ മനസ്സിലുണ്ട്, എന്ത് കാര്യമാണ് നിങ്ങൾക്കുള്ളത് ആ ഒരു കാര്യം നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. ആ ഒരു സങ്കടം നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഒന്ന് അള്ളാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്യുക. കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തോളൂ. അള്ളാഹുവേ, എൻ്റെ ഇന്നാലിൻ്റെ പ്രയാസമുണ്ട് റഹ്മാനെ, അല്ലേ ഞാൻ ഒരുപാട് കടത്തിലാണ് റബ്ബേ, എൻ്റെ കടം വീട്ടാനുള്ള വഴി എന്തെങ്കിലും എനിക്ക് തുറന്നു തരണേ അല്ലാ. ഈ പുണ്യമാക്കപ്പെട്ട 27 രാവിൻ്റെ ബർക്കത്ത് കൊണ്ട് ലൈലത്തുൽ ഖദർ ഇറങ്ങുന്ന ദിവസമാണല്ലോ റഹ്മാനെ, എൻ്റെ പ്രശ്നം തീർക്കണേ. മഹാനായ ഖിളിർ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പേരിൽ ഞാൻ 4 യാസീൻ ഓതാൻ നേർച്ച വെച്ചു. ഇൻഷാ അല്ലാഹ് ഞാൻ ഓതി തീർക്കും റബ്ബേ, എൻ്റെ പ്രശ്നത്തിന് പരിഹാരം കാണിച്ചു തരണേ അല്ലാ എന്നൊക്കെ ഇത് ഓതുന്ന സമയത്തും നിങ്ങളെ മനസ്സിലുണ്ടാവണം. എൻ്റെ കാര്യം നടക്കാനാണ്, അല്ലെ എൻ്റെ പ്രശ്നമുണ്ട്, ആ പ്രശ്നം പരിഹരിക്കാനാണ് ഞാൻ ഇത് ഓതുന്നത്. ആ ഒരു മനസ്സോടെ നിങ്ങൾ 4 യാസീൻ ഒറ്റ ഇരുപ്പിലിരുന്നു കൊണ്ട് തന്നെ കിബിലക്ക് മുന്നിട്ടും വേണം ഇത് ഓതാൻ. പിന്നെ വേണ്ടത് ആരോടും സംസാരിക്കാനും പാടില്ല.
വുളു എടുത്തു വന്ന് ഇഷാ മഗ്‌രിബിൻ്റെ ഇടയിൽ വുളു എടുത്തു വന്ന് ഖുർആൻ കയ്യിലെടുത്തുകൊണ്ട് ഓതുന്നതിൻ്റെ മുന്നേ നിങ്ങളുടെ മനസ്സിലുള്ള പ്രശ്നം പ്രയാസം എന്താണെങ്കിലും അത് അള്ളാഹുവിനോടൊന്ന് ദുആ ചെയ്യുക. അതിൻ്റെ ശേഷം ഓതുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ വേണം, എൻ്റെ മനസ്സിൽ പ്രയാസമുള്ള കാര്യം നേടാനാണ് ഞാൻ ഈ ഒരു യാസീൻ മഹാനായ ഖദിർ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പേരിൽ നേർച്ച വെച്ച് ഓതുന്നത് അല്ലാ, എൻ്റെ പ്രശ്നം പ്രയാസം തീർത്തു തരണേ അല്ലാ എന്ന് നിങ്ങളുടെ മനസ്സിലൊരു നിയ്യത്ത് വെച്ചുകൊണ്ട് ഓതി നോക്കി മക്കളെ. തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം പെട്ടെന്ന് നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നതാണ്. അല്ലാതെ തന്നെ ഞാൻ ഈ പറയുന്ന എനിക്കും ഇത് ഓതിയിട്ട് 2-3 തവണ ഓരോ കാര്യത്തിന് വെച്ച് ഞാൻ ഇത് ഓതിയിട്ട് എനിക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സുകൾ അവരൊക്കെ ഓതിയിട്ട് അവർക്കും ഇതിന് ഉത്തരം കിട്ടിയത് ഒരുപാട് കമൻറ്റ് അവരെന്നെ അറിയിച്ചിട്ടുണ്ട്. ഞാൻ ആ കമൻറ്റ് വെച്ചുകൊണ്ട് ഒരു വീഡിയോ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചിട്ടുമുണ്ടായിരുന്നു. അപ്പം ഇന്നത്തെ ദിവസമൊക്കെ നിങ്ങൾ കരച്ചിലോടെ, ഭയങ്കര കരച്ചിലോടെ, പ്രയാസത്തോടെ കാര്യങ്ങൾ ഇന്ന് അള്ളാഹിനോട് നിങ്ങൾ ദുആ ചെയ്യണം. തീർച്ചയായിട്ടും അതിന് ഉത്തരമുണ്ട് എന്നാണ്. ലൈലത്തുൽ ഖദർ ഇറങ്ങുന്ന രാവാണിന്ന് അല്ലേ. ഈ ഒരു രാത്രി നമ്മൾ ധാരാളമായിട്ട് ഖുർആൻ ഓതിയും സ്വലാത്ത് ചൊല്ലിയും ദിക്റ് ചൊല്ലിയും ഇന്നത്തെ ദിവസം നിങ്ങൾ ഉറക്കമൊഴിച്ചു കൊണ്ട് നിങ്ങളുടെ പ്രശ്നം നിങ്ങളുടെ ജീവിതത്തിൽ പ്രയാസവും പ്രശ്നവും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഉറക്കമൊഴിച്ചിട്ട് ഇബാദത്തിൽ മുഴുകണം. കാരണം ഇന്നത്തെ ദിവസം നമ്മുടെ ദുആ അല്ലാഹ് കേൾക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ മഹാനായ ഖിളർ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പേരിൽ 4 യാസീൻ ഇഷാ മഗ്‌രിബിൻ്റെ ഇടയിൽ ഒറ്റ ഇരുപ്പിൽ ഇരുന്നു കൊണ്ട് കിബിലക്ക് മുന്നിട്ട് കൊണ്ട് വേണം ഓതാൻ. ഓതുന്ന സമയത്ത് വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ്, ഓതുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലുള്ള പ്രശ്നം പ്രയാസം അത് നിങ്ങൾ അള്ളാഹിനോട് ഒന്ന് ദുആ ചെയ്യണം. എൻ്റെ പ്രശ്നം ഇന്ന പ്രയാസം എനിക്കുണ്ട്, ആ ഒരു പ്രയാസം തീരാനാണ് ഞാൻ ഇത് ഓതുന്നത് എന്നൊരു നിയ്യത്തോട് കൂടിയിട്ട് ആത്മാർത്ഥമായിട്ട് തഖ്വയോടുകൂടി എനിക്ക് ഇത് ഓതി തീർന്നാൽ തന്നെ ഉത്തരം കിട്ടും, ഉറപ്പാണ്. അങ്ങനത്തെ ഒരു വിശ്വാസത്തോടു കൂടി നിങ്ങൾ ഓതി നോക്കി, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിന് ഉത്തരം കിട്ടുന്നതാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യം ആരും മറന്നു പോവണ്ട. ഇഷാ മഗ്‌രിബിൻ്റെ ഇടയിലാണ് കേട്ടോ ഇത് ഓതേണ്ടത്. ഇനി ആർക്കെങ്കിലും ഇതിന് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ കമൻറ്റിലൂടെ ഞാൻ പറഞ്ഞു തരുന്നതാണ്. ഇഷാ മഗ്‌രിബിൻ്റെ ഇടയിൽ വുളു എടുത്തുകൊണ്ട് വന്ന് കിബിലക്ക് മുന്നിട്ട് ആരോടും സംസാരിക്കാത്ത ഒരു റൂം കണ്ടെത്തുക. ശാന്തതയോടുള്ള ഒരു റൂം കണ്ടെത്തിയിട്ട് അവിടെ ഇരുന്നു കൊണ്ട് കിബിലക്ക് മുന്നിട്ട് അള്ളാഹുവിലേക്ക് മനസ്സ് കൊടുത്തുകൊണ്ട് നിങ്ങളുടെ ആ പ്രശ്നം പ്രയാസം അള്ളാഹുവിനോട് മനസ്സിൽ ഒരു കരുതൽ. നമ്മളിപ്പം എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിലുണ്ടാവും അല്ലേ. ഇനിയിപ്പോൾ ആരൊക്കെ വന്ന് എന്ത് പറഞ്ഞാലും നമുക്കൊരു പ്രയാസം നമ്മുടെ മനസ്സിലുള്ള സമയത്ത് ആ ഒരു പ്രയാസം നമുക്ക് ഇങ്ങനെ മനസ്സിൽ ഓർമ്മ വരും അല്ലേ. ആ ഒരു വിഷമം നമുക്കുണ്ടാവും. അങ്ങനെ ആ ഒരു പ്രയാസം നിങ്ങളെ മനസ്സിൽ വെച്ചുകൊണ്ട് ഈ വെറും 4 യാസീൻ ഒറ്റ ഇരുപ്പിലിരുന്നു കൊണ്ട് അതും ഓതേണ്ടത് അതിൻ്റെ മാനതയോട് കൂടിയിട്ട് വേണം ഓതാൻ. യാസീൻ പെട്ടെന്ന് അങ്ങോട്ട് ഓതിപ്പോവരുത്. നല്ല അക്ഷരസ്ഫുടതയോടെ ശ്രദ്ധിച്ച് വേണം യാസീൻ ഓതാൻ കേട്ടോ. അപ്പം ഈ പറഞ്ഞ രീതി ഇന്നത്തെ രാത്രി ഓതാനാണ് ഞാൻ പറഞ്ഞത്. ഇഷാ മഗ്‌രിബിൻ്റെ ഇടയിൽ കരഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഓതിക്കോളി. തീർച്ചയായിട്ടും ഇതിന് നിങ്ങൾക്ക് ഉത്തരം ഉറപ്പാണ്. എനിക്ക് 2-3 തവണ ഇതിന് ഉത്തരം കിട്ടിയിട്ടുണ്ട്. ഞാൻ ഓതിയിട്ട് ഓരോ കാര്യങ്ങൾ വെച്ച് ഓതിയിട്ട് ഉത്തരം കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ ഞാൻ പറഞ്ഞ വീഡിയോ കണ്ടുകൊണ്ട് ഇത് ഓതിയിട്ടും അതുപോലെ ഇത് വേറെ ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് അവർ ഓതിയിട്ടും അവർക്കും ഉത്തരം കിട്ടിയ ഒരു അമലാണിത്. അതുകൊണ്ട് ഇന്നത്തെ രാവിൽ ഞാൻ ഇത് ഓതാൻ പറയുന്നത് പ്രത്യേകമായിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ അള്ളാഹുവിനോട് നിങ്ങളെ പ്രയാസങ്ങളൊക്കെ ഇന്ന് പറഞ്ഞോളി. മനസ്സിലുള്ള പ്രശ്നം 1 കാര്യം 2 കാര്യം ഒന്നുമല്ല, എല്ലാ പ്രയാസവും കരഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് പറഞ്ഞോളി. തീർച്ചയായിട്ടും ഇതിന് നിങ്ങൾക്ക് ഉത്തരം കിട്ടും, ഉറപ്പാണ്. അതുകൊണ്ട് ഇത് മാത്രമല്ല, നിങ്ങൾ ധാരാളമായിട്ട് സ്വലാത്ത് നേർച്ച വെച്ച് ചൊല്ലിക്കോളി. 1000 സ്വലാത്ത്, ഇബ്രാഹിമിയ സ്വലാത്തൊക്കെ 1000 സ്വലാത്ത് ഞാൻ നേർച്ച വെച്ച് ഓതുന്നു. ഇന്നത്തെ രാവിൽ ഇശാക്ക് നിസ്കരിച്ചതിന് ശേഷം ഒരു ഫ്രീ ഉള്ള സമയത്ത് ഒരു തസ്ബീമാല എടുത്തുകൊണ്ട് ആരുമില്ലാത്തൊരു സ്ഥലം കണ്ടെത്തിക്കൊണ്ട് അവിടെ ഇരുന്ന് 1000 തവണ സ്വലാത്ത് ഇങ്ങനെ ചൊല്ലിക്കൊണ്ട് കരഞ്ഞോണ്ട് ചെല്ലുക. മനസ്സിൽ പ്രയാസത്തോടെ കരഞ്ഞുകൊണ്ട് ടെൻഷനോടെ ചെല്ലുക. എന്നിട്ട് അത് ചൊല്ലി തീർത്തിട്ട് അള്ളാഹുവിനോട്, റബ്ബേ എൻ്റെ പ്രയാസം തീർക്കണേ അല്ലാ, നീയല്ലാതെ എനിക്കാരുമില്ല റഹ്മാനെ, എൻ്റെ പ്രശ്നം പരിഹരിച്ചു തരണേ അല്ലാ. അള്ളാഹിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ട്, അല്ലാതെ വേറെ ആരോടെങ്കിലും പ്രയാസവും പ്രശ്നവും പറഞ്ഞു നടക്കാതെ അള്ളാഹുവിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുക. ചില ആൾക്കാരെ കൊണ്ട് ഓരോ പ്രശ്നം പ്രയാസം വരുമ്പോഴേക്കും ഓരോരുത്തരോട് ഫോൺ വിളിച്ച് പറയലും കരച്ചിലും അതൊക്കെ, അതോടൊന്നും ഒരു കാര്യവുമില്ല. അള്ളാഹിനോട്
അള്ളാഹിനോട് നിങ്ങൾ പറഞ്ഞു നോക്കി. ഒരു തവണയൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് അതിനുള്ള മറുപടി കിട്ടിയില്ല എന്ന് വരും. എന്നാലും വീണ്ടും വീണ്ടും നിങ്ങൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുക. തീർച്ചയായിട്ടും അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ ഇന്നത്തെ രാത്രി നിങ്ങൾ എന്ത് അമൽ ചെയ്താലും, എത്ര ദിക്ർ ചൊല്ലിയാലും, എത്ര സ്വലാത്ത് ചൊല്ലിയാലും, എത്ര ഖുർആൻ ഓതിയാലും അതിനൊക്കെ ഇരട്ടി ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ നമ്മളിൽ നിന്നും വന്നുപോയ തെറ്റുകുറ്റങ്ങളൊക്കെ അള്ളാഹിനോട് പുറത്തു തരാൻ തൗബ ചൊല്ലുക. ഇന്നത്തെ രാത്രി തൗബ ചെയ്യുക. അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് ധാരാളമായിട്ട് ചൊല്ലുക. സ്വലാത്ത് അധികരിപ്പിച്ചോളി. ഒരുപാട് ദിക്ർ, എന്തൊക്കെ ദിക്റാണ് നിങ്ങൾക്ക് ചൊല്ലാൻ കഴിയുന്നത് അത്ര ദിക്ർ, ഒരു കണക്ക്, ഒരു ടൈം ടേബിൾ നിങ്ങൾ എഴുതി ഉണ്ടാക്കുക. ഇന്ന് ഇത്ര അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഞാൻ ചൊല്ലും, ഇത്ര തസ്ബീഹ് ഞാൻ ചൊല്ലും, ഇത്ര സ്വലാത്ത് ഇത്ര എണ്ണം ഞാൻ ചൊല്ലും, അതുപോലെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന് ഇത്ര തവണ ഞാൻ ചൊല്ലും, അല്ലെങ്കിൽ ഹസ്ബുനല്ലാഹു വനീമൽ വക്കീൽ വനീമൽ മൗല വനീമൻ നസീർ എന്ന് ഞാൻ ഇത്ര തവണ ചൊല്ലും. അങ്ങനെ നിങ്ങളൊരു ഷീറ്റ് ഉണ്ടാക്കി നമ്മൾ എഴുതി വെക്കുക. ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഓരോ ദിവസം നല്ല രാവുകളൊക്കെ വരുന്ന സമയത്ത് ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വെക്കും. ഇത്ര യാസീൻ, ഇത്ര സമയത്ത് ഞാൻ ഖുർആൻ ഓതും. അങ്ങനെ ഒരു ടൈം ടേബിൾ നമ്മൾ വെച്ചാൽ ആ ഒരു സമയം നമ്മൾ ചെല്ലാനുള്ളതിനൊക്കെ സമയം കണ്ടെത്തിയാൽ വേറെ നമ്മൾ സ്ത്രീകളല്ലേ, നമ്മൾക്ക് അടുക്കളയിലെ കാര്യങ്ങളിലൊന്നും ഒരു പ്രയാസം ഉണ്ടാവില്ല. ഒരു സമയം, ഒരു ഒഴിഞ്ഞ സമയം ഇതിനൊക്കെ നമ്മൾ കണ്ടെത്തുക. അതുപോലെ മഗ്‌രിബ് ഏശ നിസ്കാരത്തിൻ്റെ ശേഷം പിന്നെ ഇബാദത്തിലായിട്ട് മുഴുകുക. ഒരുപാട് ഇബാദത്ത് ചെയ്യുക. അസ്തഗ്ഫിറുല്ലാഹൽ അലീം ധാരാളമായിട്ട് ചൊല്ലുക. സ്വലാത്ത് ഒരുപാട് അധികരിച്ചോളി. ഇരട്ടി പ്രതിഫലം അതിനൊക്കെ നിങ്ങൾക്ക് ഇന്ന് കിട്ടും. അതുകൊണ്ട് ഇങ്ങനെ പറയുന്നത് നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ നിങ്ങൾ ഇതൊക്കെ ചെയ്ത് ദുആ ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞു തരുന്ന എന്നെയും നിങ്ങൾ ദുആയിൽ ഉൾപ്പെടുത്തണം കേട്ടോ. ആരും മറന്നു പോകരുത്. നിങ്ങളെ ഓരോ പ്രാർത്ഥനയിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെ നിങ്ങളെല്ലാവരെയും ഞാൻ ദുആ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞത് നിങ്ങളോട് മഹാനായ ഖിളിർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പേരിൽ ഈ യാസീൻ ഓതാൻ പറഞ്ഞത് ആരും മറന്നു പോവണ്ട. നിങ്ങളെ പ്രയാസം മനസ്സിൽ വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഒരാഗ്രഹം നിങ്ങൾക്കുണ്ട്, ആ ആഗ്രഹം നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ഇത് വെറും 4 യാസീൻ ഒറ്റ ഇരുപ്പിൽ ഇരുന്ന് തന്നെ വേണം ഓതാൻ. അല്ലാതെ ഒന്ന് ചൊല്ലി പിന്നെ അവിടെ നിന്ന് എണീച്ച് പോയി അങ്ങനെയല്ല കേട്ടോ ഓതാൻ പറയുന്നത്. ഒരൊറ്റ ഇരുപ്പിൽ ഇരുന്നു കൊണ്ട് വുളു എടുത്തു ഇരുന്ന് ഒരു ഇറ്റ ഇരുപ്പിൽ, ഒരു ചെയറിലാണ് നിങ്ങൾ കസാരയിലാണ് ഇരിക്കുന്നത് എങ്കിൽ ആ കസാരയിൽ നിന്ന് 4 യാസീൻ ഓതി കഴിയാതെ നിങ്ങൾ എണീക്കാൻ പാടില്ല. അതുപോലെ തന്നെ കിബിലക്ക് മുന്നിട്ടും വേണം ഓതാൻ. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇന്ന് നിങ്ങൾ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിലപ്പെട്ട ദിവസമാണ്. ഈ ചെയ്യുന്നതൊന്നിനും നിങ്ങൾക്ക് ഒരു നഷ്ടവും ഉണ്ടാകാൻ പോകുന്നില്ല. ഒരുപാട് ഇരട്ടി പ്രതിഫലം നിങ്ങൾക്ക് ഇതിനൊക്കെ കിട്ടുന്നതാണ്. അതുപോലെ നിങ്ങൾ ഓരോന്ന് ചെയ്ത് ദുആ ചെയ്യുമ്പോഴും അതിനൊക്കെയുള്ള ഉത്തരം അള്ളാഹു നിങ്ങൾക്ക് നൽകുന്നതാണ്. ഉറപ്പാണ്, 100% ഉറപ്പാണ്. ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു നോക്കൂ. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ ആ യാസീൻ്റെ കാര്യം ആരും വിട്ടു പോകണ്ട. ഉത്തരം കിട്ടുമെന്ന് ഉറപ്പാണ്. ഒരുപാട് പേർക്ക് ഉത്തരം കിട്ടിയതുമാണ്. എനിക്കും ഉത്തരം കിട്ടിയതാണ്. അതുകൊണ്ടാണ് ആത്മാർത്ഥമായിട്ട് നല്ല ധൈര്യത്തോടു കൂടി ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇന്നത്തെ രാത്രി പറഞ്ഞ ഈ യാസീൻ നിങ്ങൾ ചെയ്തു നോക്കി. നിങ്ങളെ പ്രശ്നത്തിന് പരിഹാരം ഉറപ്പാണ്. അപ്പം വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.